നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്ത. വീട്ടുടമസ്ഥൻ വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വീട് പണയത്തിനെടുത്ത വീട്ടമ്മയെ ബാങ്കുകാർ കുടിയിറക്കി. കുടിയിറക്കപ്പെട്ടത് പുനലൂർ കോമളംകുന്ന് സ്വദേശികൾ. മഞ്ഞക്കാല ചെമ്മണിയിൽ മദ്യശാലയ്ക്കെതിരെ നടത്തിവന്ന ജനകീയ സമരം വിജയത്തിലേക്ക്. മദ്യശാല തുറക്കില്ലെന്ന് MLA KB ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. ഏനാജിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം. പ്രതിഷേധവുമായി കോൺഗ്രസ്. പുനലൂർ KSRTC ഡിപ്പോകളിൽ നിന്നും കോട്ടവട്ടം വഴിയുള്ള സർവീസുകൾ നിർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം. ഇളമ്പൽ മാക്കന്നൂർ കോട്ടവട്ടം റോഡ് തകർന്നിട്ടും മാസങ്ങൾ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. വീട്ടുടമസ്ഥർ വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയെ ബാങ്കുകാർ കുടിയിറക്കി. പുനലൂർ കോമളംകുന്ന് സ്വദേശികളായ പ്രദീപും ഭാര്യ ശോഭയുമാണ് ബാങ്കിനെയും വീട്ടമ്മയെയും ഒരുപോലെ കബളിപ്പിച്ച് നാട്ടിൽ നിന്നും മുങ്ങിയത്. പക്ഷെ ഒറ്റയ്ക്കെടുത്ത് താമസിച്ചതാണ്. ഈ വീടിന് 3 ലക്ഷം രൂപ പോലും ഇതിന് കിട്ടത്തില്ല. ഇവർ 10 ലക്ഷം രൂപയാണ് ബാങ്കിന് കൊടുത്തിരിക്കുന്നത്. ഈ 10 ലക്ഷം രൂപ അതുപോലെ ഈ ലൈനിന്റെ കീഴിലെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇത് 1 ലക്ഷം രൂപ പോലും കിട്ടുന്ന വസ്തുവല്ല. ഇതിന് അവരാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് ലോൺ കൊടുത്തിരുന്നത്. അതായത് ബാങ്ക് മാനേജരും ഈ വീടിന്റെ ഓണറായ ശോഭ എന്ന് പറഞ്ഞ അവളുമായിട്ട് ഈ വീട്ടിനകത്ത് 1 വർഷത്തോളം ഇതിനകത്ത് ഇവർ തമ്മിൽ താമസിക്കുകയും എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു തന്നത് ഇവള് ശോഭയുടെ കെട്ടിയവനാണെന്നാണ് ഞങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതും. ഈ 2 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ഒറ്റ മേടിക്കുമ്പം ഈ മാനേജരും ഈ ശോഭയും കൂടെ വന്നാണ് ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞാണ് ഈ 2 ലക്ഷം രൂപ മേടിക്കുന്നത്. മേടിച്ചു കഴിഞ്ഞാണ് ഈ മാനേജർ ഇവിടുന്ന് മുങ്ങുന്നതും മാനേജരും മുങ്ങി ഇവിടുന്ന് ശോഭയും മുങ്ങുന്നത്. ഈ വസ്തുവിന് 3 ലക്ഷം രൂപ പറയുന്ന വസ്തുവിന് ഒരു 10 ലക്ഷം രൂപയാണ് ശോഭയ്ക്ക് ആ മാനേജർ ഇത് കൊടുത്തിരിക്കുന്നത്, ലോൺ കൊടുത്തിരിക്കുന്നത്. അത് പോയിട്ട് ഇവരെ 2 ലക്ഷം രൂപ ഈ പാവം പിടിച്ച സ്ത്രീകളെ 2 ലക്ഷം രൂപയാണ് പിടിക്കുന്നത്. ഇവരെ ഈ 55-60 വയസ്സുള്ള സ്ത്രീയെ ഇറക്കി ഇവർ റോഡ് ഇട്ടിട്ടാണ് ഇവർ ഇത് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അവരുടെ ആദ്യ സംഭവം ഈ ബാങ്കുകാർ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നമുണ്ടായി. ഇവരുടെ ഭർത്താവിനെ തെള്ളുകയൊക്കെ ചെയ്ത് പിടിച്ചെള്ളുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. മരിച്ച് ഞങ്ങളെല്ലാം കൂടെ ഇടപെട്ട് ഇത് പല പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ ഈ ബാങ്കുകാർ ഭയങ്കര പ്രശ്നമായി ഇവിടെ വന്ന് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഇടപെട്ടു. അന്ന് എല്ലാം ഒഴിഞ്ഞു പോയി, പ്രശ്നമില്ലാതിരുന്നു. ഇന്ന് അവർ കോടതി ഇത് സ്റ്റേ മേടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആരും കാണിച്ചിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ വന്ന് കാര്യമായിട്ട് പോലീസുകാരുമായിട്ട് വന്ന് അവരിത് ചെയ്തിട്ട് പോയി. പുനലൂർ കോമളംകുന്ന് കൈപ്പള്ളിൽ വീട്ടിൽ പ്രദീപ് കുമാറും ഭാര്യ ശോഭയുമാണ് ബാങ്കിനെയും വീട്ടമ്മയെയും ഒരുപോലെ കബളിപ്പിച്ച ശേഷം നാട്ടിൽ നിന്നും മുങ്ങിയത്. 5 വർഷം മുമ്പ് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ തൊളിക്കോട് ശാഖയിൽ നിന്നും പ്രദീപ് കുമാറും ഭാര്യ ശോഭയും ചേർന്ന് 7 ലക്ഷത്തോളം രൂപ വായ്പയായി എടുത്തിരുന്നു. ഈടായി കോമളംകുന്നിലെ വസ്തുവും വീടുമായിരുന്നു ഇവർ നൽകിയിരുന്നത്. വായ്പ ലഭിച്ച ശേഷം ഈ വീട് സലീമിനും ഭാര്യ നൂർജഹാനും 2 ലക്ഷം രൂപ ഈടിൽ 2 വർഷത്തേക്ക് ഒറ്റയ്ക്ക് നൽകുകയായിരുന്നു. സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയിരുന്ന കാര്യം ഇവർ ദമ്പതികളെ അറിയിച്ചിരുന്നില്ല. തുടർന്ന് പ്രദീപ് കുമാറും ഭാര്യ ശോഭയും സ്ഥലത്ത് നിന്ന് മുങ്ങി. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്കുകാർ വീട്ടിലെത്തി വിവരമറിയിച്ചപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായ വിവരം സലീമും ഭാര്യ നൂർജഹാനും അറിഞ്ഞത്. തുടർന്ന് മാനസികമായി തകർന്ന സലീം ഹൃദയാഘാതം മൂലം മരിക്കുകയായിരുന്നു. ഒറ്റിത്തുകയായ 2 ലക്ഷം രൂപ തിരികെ നൽകാത്തതിനെ തുടർന്ന് നൂർജഹാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചു വരുന്നതിനിടെയാണ് ചൊവ്വാഴ്ച ജപ്തി നടപടികളുമായി ബാങ്ക് അധികൃതർ എത്തിയത്. അനുകൂല കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ജപ്തി നടപടികളുമായി ബാങ്ക് അധികൃതർ രംഗത്ത് വന്നത്. ആരോരുമില്ലാത്ത വീട്ടമ്മയെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ എത്തിയെങ്കിലും പോലീസിന്റെ സഹായത്തോടെ ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾ പൂർത്തിയാക്കി. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുരിതത്തിലായ വീട്ടമ്മയ്ക്ക് സമീപവാസി താൽക്കാലികമായി അഭയം നൽകി. ബാങ്കിനെയും വീട്ടമ്മയെയും ഒരുപോലെ കബളിപ്പിച്ച് കിടന്ന പ്രദീപിനും ഭാര്യ ശോഭയ്ക്കുമെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. കോമളംകുന്ന് ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. കോമളംകുന്നിൽ മുസ്ലിം പള്ളിക്ക് സമീപമാണ് വൈദ്യുത പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നത്. പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുക്കുന്നതിനിടയിൽ വൈദ്യുത പോസ്റ്റിന് സമീപത്തെ മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് പോസ്റ്റ് പിഴുതുമാറാൻ തുടങ്ങിയത്. തുടർന്ന് കുടിവെള്ള പദ്ധതിയിലെ തൊഴിലാളികൾ വൈദ്യുത പോസ്റ്റ് സമീപത്തെ റബ്ബർ മരത്തിൽ കെട്ടിവയ്ക്കുകയായിരുന്നു. തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് KSEB അധികൃതർ പോസ്റ്റ് നിൽക്കുന്നിടം പരിശോധിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് സമീപത്തെ വീടുകൾക്കും മറ്റും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. പോസ്റ്റ് മാറ്റണമെന്ന ആവശ്യപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. പോസ്റ്റ് ചായ തുടങ്ങിയപ്പോൾ ആ ജപ്പാൻ കുടിവെള്ളത്തിന് എടുക്കാൻ വന്ന കോൺട്രാക്ടറാണ് കയർ രണ്ടും മേടിച്ചിട്ട് റബ്ബറെ വെച്ച് കെട്ടിയിട്ട് പോയേക്കുന്നത്. അന്ന് ഇലക്ട്രിസിറ്റിക്കാർ ഇവിടെ വന്ന് നോക്കി, വന്ന് സ്റ്റേ ഇട്ടോളാന്ന് പറഞ്ഞ് അവർ പോയതാ. പിന്നെ രണ്ടാമത് വന്നോളൂ ഇവിടെ വന്നില്ല. രണ്ടാമത് അവർ വന്നതുമില്ല, നോക്കിയതുമില്ല. ഇത് കയറും പറിച്ച് അവർ കയറ് പൊട്ടുന്ന സമയത്ത് ഇതെല്ലാം കൂടെ മറിച്ച് ഈ വീടിന്റെ പുറത്തും വീഴും,
ഇവിടെ നാട്ടുകാർക്കെല്ലാം കറണ്ട് കാണാതെയും വരും. എത്ര ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാണ് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മളെ ഒരു ലൈവ് വാർത്ത പുനലൂർ. കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കാർഷിക മേള സംഘടിപ്പിച്ചു. ചടയമംഗലം സംസ്ഥാന നീർത്തട പരിപാലന പരിശീലന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച കാർഷിക മേളയിൽ കാർഷിക സെമിനാറുകൾ, കാർഷിക പ്രദർശനം, വിപണനം എന്നിവയും നടന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രധാനമന്ത്രി കൃഷി സിംചായ് യോജനയിൽ ഉൾപ്പെടുത്തി മൃഗസംരക്ഷണം, മണ്ണ് പര്യവേഷണം, മണ്ണ് സംരക്ഷണം, ഫിഷറീസ്, ക്ഷീരവികസന വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല കാർഷിക മേള സംഘടിപ്പിച്ചത്. ചടയമംഗലം സംസ്ഥാന നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിൽ നടന്ന കാർഷിക മേളയിൽ കാർഷിക പ്രദർശനം, വിപണനം, സെമിനാറുകൾ, കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം എന്നിവ നടന്നു. കാർഷികോൽപാദനവും വിപണനവും, ബാങ്കിംഗ് മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, കൃഷിയും അനുബന്ധ പദ്ധതികളുടെയും ഏകോപനം, കാർഷിക മേഖലയിൽ GSTയുടെ പ്രാധാന്യം, മണ്ണ്, ജലസംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ സെമിനാറുകൾ നയിച്ചു. ജില്ലയിൽ നിന്നുള്ള നിരവധി കർഷകരും കാർഷിക അനുബന്ധ വകുപ്പുകളും പങ്കെടുത്ത കാർഷിക പ്രദർശനവും ശ്രദ്ധേയമായി. ജൈവ പച്ചക്കറികൾ, വൈവിധ്യമാർന്ന അലങ്കാര മത്സ്യങ്ങൾ, കാർഷിക യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്ക് പുറമെ പഴയകാല കാർഷിക സാമഗ്രികളുടെ പ്രദർശനവും വൈവിധ്യമായി. തിരികല്ല്, ഇടങ്ങഴി, മഞ്ഞുകട്ടി, ചെല്ലം, മരക്കയർ, കലപ്പ, നുകം, ചേറാടിമരം, അലവാങ് എന്നിവ പുതിയ തലമുറയ്ക്ക് വേറിട്ട അനുഭവമായി. ഈ കൃഷിയുടെ ഏകോപനമാണ്. ഇപ്പൊ കൃഷി വല്ലാതെ വളർന്നതുകൊണ്ട് മാത്രം കർഷകൻ രക്ഷപ്പെടണമെന്നില്ല. അവന്റെ ഉൽപ്പന്നത്തിന് അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൻ പ്രതീക്ഷിക്കുന്ന വില കിട്ടേണ്ടതുണ്ട്. ആ വില കിട്ടുന്ന മുറയ്ക്ക് ആ വിളവ് നഷ്ടം വരാതെ, പ്രകൃതിപരമായ പ്രത്യേകത കൊണ്ടോ മറ്റ് കീട ആക്രമണം കൊണ്ടോ മറ്റു പലതരത്തിലെ പല പ്രത്യേകതകൾ കൊണ്ട് വിളവിൽ കുറവ് വരാം. അപ്പം അതിന് കർഷകൻ ഒരു സംരക്ഷണം കിട്ടേണ്ടതുണ്ട്. അവിടെയാണ് ശാസ്ത്രീയമായ ഒരു തരത്തിലുള്ള നിരന്തരമായ ശ്രദ്ധ കൃഷിയിൽ ശാസ്ത്രഭാഗത്തു നിന്നുണ്ടാവണം. ഒപ്പം ആ പുതിയ ബോധ്യങ്ങളെല്ലാം കർഷകനിലേക്ക് ഒരു നിരന്തര പ്രക്രിയയിലൂടെ സന്നിവേശിപ്പിക്കണം. വിവിധ കാർഷിക പരിപാടികളിലായി മന്ത്രിമാർ, MLAമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ശാസ്ത്രജ്ഞർ, കർഷകർ എന്നിവർ പങ്കെടുത്തു. മഞ്ഞക്കാല ചെമ്മണയിൽ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ നടന്നുവന്ന ജനകീയ സമരം വിജയത്തിലേക്ക്. മദ്യവിൽപ്പനശാല തുറക്കില്ലെന്ന് KB ഗണേഷ് കുമാർ MLA സമരക്കാർക്ക് ഉറപ്പു നൽകി. തലവൂർ പഞ്ചായത്തിലെ മഞ്ഞക്കാല ചെമ്മണയിൽ സർക്കാർ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ നാട്ടുകാർ നടത്തിവന്ന ജനകീയ സമരത്തിന് ബലം കാണുന്നു. ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച മദ്യവിൽപ്പനശാല ഇനി തുറക്കില്ലെന്ന് സ്ഥലം MLA KB ഗണേഷ് കുമാർ സമരക്കാർക്ക് ഉറപ്പ് നൽകി. നാടിന്റെ നാശത്തിന്റെ പ്രധാന കാരണമായിട്ട് എന്നും കാണുന്നത് ഈ പണത്തോടുള്ള ദുരാർത്തിയാണ്. നദികളെ നശിപ്പിച്ചതും കുളം നികത്തിയതും സർക്കാർ ഭൂമി കൈയേറി. അല്ല, ബിവറേജുകാർ ഇവിടെ വീടുണ്ടോ EM പൂശാനുണ്ടോ എന്ന് പറഞ്ഞ് വന്നതല്ല. അവരെ ചെന്ന് കണ്ട് അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് നാട്ടുകാരെ എല്ലാം പറ്റിച്ച് എൻ്റെ വീട്ടിന് ചുറ്റും താമസിക്കുന്ന മണ്ടന്മാരും മണ്ടത്തികളുമാണ്, അവരെ പറ്റിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് രഹസ്യമായി ഇത് കൊടുത്തതാണ്. നിങ്ങളിതുമായി ബന്ധപ്പെട്ട് ജയപ്രകാശ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും, സജിമോനും ഇവരെല്ലാവരും കൂടി, നിങ്ങൾ കുറേ സ്ത്രീകളെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ നിങ്ങളടുത്ത് നോക്കാൻ കാണാമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കാര്യം എന്താ അറിയാം, ഞാൻ മാറ്റാൻ ശ്രമിക്കുന്ന 7ാമത്തെ ബിവറേജ് ഔട്ട്ലെറ്റാണ് ഇത്. പത്തനാപുരത്ത് ഹൈക്കോടതി വിധി പ്രമാണിച്ച് ഔട്ട്ലെറ്റ് പോയപ്പോൾ നേരെ വന്നത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ മഞ്ചള്ളൂരേക്കാണ്. ആദ്യം അത് പത്തനാപുരത്ത് കോളേജിൻ്റെ പുറകിൽ വന്നു. അവിടുന്ന് കുറെ നാളായിട്ട് കോളേജിൻ്റെ പുറകിലോട്ട് മാറാൻ പോകുന്ന അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാർ സ്ത്രീകളുടെ ബഹളം കാരണം അതിങ്ങനെ മാറ്റി അവിടുന്ന് വിട്ട് മഞ്ചള്ളൂർ വന്നു എൻ്റെ വീട്. ഒരു രാധാകൃഷ്ണമുള്ള വീട് കൊടുത്തു. രാധാകൃഷ്ണപിള്ളയുടെ ഞാൻ പറഞ്ഞു നടക്കത്തില്ല, കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ പരിപാടി ഇവിടെ നടക്കും. അപ്പോഴത്തേക്ക് രാധാകൃഷ്ണപിള്ള കൊടുത്തപ്പോൾ ഒരു 10-50 സ്ത്രീകളും എല്ലാം കൂടെ വന്നു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണപിള്ളയുടെ അനിയൻ കൊടുത്ത് ഇപ്പുറത്തോട്ട് മാറി. അപ്പോൾ അവിടെ നിന്ന് കോളനി അടക്കമുള്ള ആളുകളെല്ലാം കൂടെ, സ്ത്രീകളെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ അവിടുന്ന് മാറ്റി. അവിടുന്ന് ഈ സാധനം നേരെ പോയി കുണ്ടയത്ത് പോയി, മൂലക്കടവർ പോയില്ല, ഇപ്പുറത്ത് പിന്നെ അവിടെ ചെന്നപ്പം അവിടുന്ന് ഞാൻ തന്നെ ഓടിച്ചു. അത് ഞാൻ നേരെ കൗഞ്ചേരിക്കും. അവിടെ നിന്നൊക്കെ അങ്ങ് വിട്ടു. ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുക്കണം. 7-8 മാസത്തെ കുടിശ്ശികയുണ്ട്. കഴിഞ്ഞ മാസം 1 മാസത്തെ കൊടുത്ത് ഇനി കൊടുക്കാനുണ്ട്. ഓണമായിട്ട് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും ബോണസ് ഉണ്ട്, എല്ലാ പൊതുമേഖലാ സ്ഥാപനത്തിനും ബോണസ് ഉണ്ട്. ഇതെല്ലാം സർക്കാർ ഖജനാവിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് 6000 കോടി രൂപയുടെ കടപ്പത്രം ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ചാനലുകളൊക്കെ പറയുന്ന നിൽക്കുന്നുണ്ടല്ലോ, ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം, GST എന്നുള്ള വരുമാനം വന്നു തുടങ്ങിയില്ല. അത് വരുമ്പോൾ 2 മാസം എടുക്കും. സെപ്റ്റംബർ കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ കുറച്ച് പൈസ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം കിട്ടിക്കൊണ്ടിരുന്ന ടാക്സും ഇല്ല, ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം അല്ലാതെ കേരള സർക്കാരിന് വേറെ ഒരു വരുമാനവും ഇല്ലാത്ത, വണ്ടിയുടെ ടാക്സും അല്ലാതെ വേറെ ഒന്നുമില്ല.
അപ്പൊ അതിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിർബന്ധമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടു. കാരണം ഇത് തുടങ്ങി കഴിഞ്ഞാൽ അടങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ പറ്റിയെന്നറിയാം, പനമ്പറ്റയിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വട്ടം വിട്ട് കിടന്നു. ഏതായാലും നമ്മൾ വേറെ സ്ഥലം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോകാന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. സ്ഥലം അവരെ വിളിച്ച് കാണിച്ചു കൊടുത്ത് നമുക്കിവിടുന്ന് മാറ്റാം, നിങ്ങളുടെ സമരം വിജയിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞ 17 ദിവസമായി രാപ്പകൽ സമരം നടത്തിവരികയാണ് നാട്ടുകാർ. കുന്നിക്കോട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബിവറേജ് ഔട്ട്ലെറ്റാണ് മഞ്ഞക്കാല ചെമ്മണയിലെ ഒരു വീട്ടിൽ രഹസ്യമായി പ്രവർത്തനമാരംഭിച്ചത്. ഇതേ തുടർന്ന് ശക്തമായ സമരവുമായി നാട്ടുകാർ രംഗത്തിറങ്ങുകയായിരുന്നു. ചെമ്മണയിൽ മദ്യവിൽപ്പനശാല തുറക്കാൻ അനുവദിക്കില്ലെന്ന് എക്സൈസ് മന്ത്രി ഉറപ്പ് നൽകിയതായി ഗണേഷ് കുമാർ ജനകീയ സമരവേദി പ്രവർത്തകരെ അറിയിച്ചു. ജനങ്ങളുടെ പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു. സമരസമിതി നേതാവ് ടി ജയപ്രകാശ്, കൺവീനർ ശ്യാംകുമാർ, ചെയർമാൻ സാംകുട്ടി, കോൺഗ്രസ് നേതാവ് ടി എം ബിജു, സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ബി അജയ്കുമാർ, സിപിഎം പത്തനാപുരം ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ, കേരള കോൺഗ്രസ് ബി നിയോജകമണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാകേഷ്, ബാലകൃഷ്ണൻ, ജോർജ് കുട്ടി എന്നിവർ സമരത്തിന് പിന്തുണയുമായി എത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മലയിൽ KIP-യുടെ സിമന്റ് ഗോഡൌൺ പൂട്ടിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. ഈ സ്ഥലം ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌൺ ആക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. തെന്മലയിലെ KIP-യുടെ സിമന്റ് ഗോഡൌൺ പൂട്ടിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. 21 ചുമട്ടുതൊഴിലാളികളായിരുന്നു ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നത്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ സിമന്റ് എത്തിച്ച ശേഷം അവിടെ നിന്നും ലോഡ് ചെയ്താണ് ഗോഡൌണിൽ എത്തിച്ചിരുന്നത്. ഗോഡൌൺ പൂട്ടിയതോടെ തൊഴിലാളികളുടെ ജീവിതം ഏറെ ദുസ്സഹമായി. സിമന്റ് ഗോഡൌണിന്റെ പ്രവർത്തനം നിലച്ച സാഹചര്യത്തിലും റെയിൽവേയുടെ പ്രവർത്തനം പുനരാരംഭിച്ച സാഹചര്യത്തിലും ഈ സ്ഥലം ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌൺ ആക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. FCIക്ക് ഇവിടെ ഗോഡൌൺ ഉണ്ടായാൽ ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, മടത്തറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇവിടെ നിന്നും എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. തെന്മലയിലേക്ക് റെയിൽവേ എത്തുന്നതോടെ ഈ ഗോഡൌൺ FCIയുടെ ഗോഡൌൺ ആക്കി മാറ്റണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ഈ ഗോഡൌൺ അടച്ചുപൂട്ടിയതിനു ശേഷം നാളിതുവരെ യാതൊരു വിധത്തിലുള്ള സിമന്റുകൾ ഇറങ്ങുകയോ അത്തരം പണികൾക്ക് വേണ്ടിയിട്ട് ഈ തൊഴിലാളികൾക്ക് പണി കിട്ടുന്ന സാഹചര്യം ഇല്ല. ഇത്രയും വിശാലമായ ഒരു ഗോഡൌൺ അനാഥമായി കിടക്കുക. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഫുഡ് കോർപ്പറേഷന്റെ എല്ലാം ഗോഡൌണുകൾ പുതുതായി ഉണ്ടാക്കേണ്ടുന്ന സ്ഥിതികൾ നിലനിൽക്കുന്നു. തെന്മല റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ഫുഡ് കോർപ്പറേഷന്റെ ഉൾപ്പെടെയുള്ള ഒരു ഗോഡൌൺ ഇവിടെ നടപ്പിലാക്കിയ ഈ തൊഴിലാളികളുടെ തൊഴിൽ സാധ്യത നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും ഈ കുടുംബങ്ങളെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിയും. ഇതിപ്പോൾ നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. സംരക്ഷിക്കുന്നതിന് KIP അധികാരികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറ്. ലൈവ് വാർത്ത തെന്മല. അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം. വൈസ് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭരണസ്വാധീനം ഉപയോഗിച്ച് അഴിമതി കാട്ടിയതായി ആരോപിച്ച് കോൺഗ്രസ് ഏനാദിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടും പ്രകടനമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ കവാടം ഉപരോധിച്ചു. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി റെജി പൂവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഏനാത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ, ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്തിനെ കൊണ്ടുവരാൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുന്ന ശ്രീ സജി മാരൂരിന്റെയും ശ്രീ അരുൺ രാജിന്റെയും നിരന്തരമായ പരിശ്രമം ഉണ്ടായിരുന്നു. ഇതൊരു കുത്തഴിഞ്ഞ പഞ്ചായത്തെന്ന് എഴുതി തട്ടി. ഇതൊരു ഏനാദിമംഗലം പഞ്ചായത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ ചിരിച്ചു തുടങ്ങി. ഏനാദിമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഞാൻ പേര് വിളിച്ചു പറയുന്നില്ല, അദ്ദേഹത്തെ എണീപ്പിച്ച് നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറി ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു കോടിക്കണക്കിന് രൂപയുടെ തൊഴിലുറപ്പ് ദിനങ്ങളാണ് കടന്നു വന്നത്. എന്നാൽ അതിന് മുമ്പുള്ള സജി മാരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള പഞ്ചായത്ത് കമ്മിറ്റി ഞാൻ പഞ്ചായത്ത് അംഗമായിരുന്നു. അന്നും തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ
ദിനം നടന്നത് ഏകദേശം 20ഓ 25ഓ തൊഴിൽ ദിനമാണ്. തൊഴിലുറപ്പ് പദ്ധതി ഗൗരവമായി എടുത്തില്ല. LDF ഭരണത്തിലുള്ള ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ റജി പൂവത്തൂർ അതിരൂക്ഷമായ ആക്ഷേപങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉയർത്തിയത്. തുടർന്ന് വിവിധ നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രസംഗിച്ചു. DCC ജനറൽ സെക്രട്ടറി ഹരികുമാർ പൂതങ്കര, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജി മാരൂർ, അരുൺ രാജ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ഭാനുദേവൻ, കൃഷ്ണദാസ് കുറുമ്പകര, സജിനി എന്നിവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് ഏനാദിമംഗലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ, കൊട്ടാരക്കര KSRTC ഡിപ്പോകളിൽ നിന്നും കോട്ടവട്ടം വഴിയുള്ള സർവീസുകൾ നിർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. KSRTC സർവീസുകൾ നിർത്തിയതോടെ പ്രദേശത്ത് യാത്രാക്ലേശവും രൂക്ഷമാവുകയാണ്. വരുമാനക്കുറവിന്റെ പേരിലാണ് പുനലൂർ, കൊട്ടാരക്കര KSRTC ഡിപ്പോകളിൽ നിന്നും കോട്ടവട്ടം വഴിയുള്ള സർവീസുകൾ അധികൃതർ വെട്ടിച്ചുരുക്കിയത്. പുനലൂർ, കൊട്ടാരക്കര ഡിപ്പോകളിൽ നിന്നായി 6 ബസ്സുകളായിരുന്നു കോട്ടവട്ടം വഴി സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഇതിൽ 5 സർവീസുകളും അധികൃതർ വെട്ടിച്ചുരുക്കി. ഇതോടെ പ്രദേശത്ത് യാത്രാക്ലേശവും അതിരൂക്ഷമായിരിക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ആരംഭിച്ച വാളകം റൂട്ട് ബസ് സർവീസും കോട്ടവട്ടം വഴിയായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. ഇതും വെട്ടിക്കുറച്ച സർവീസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയും വരുമാനക്കുറവും അധികൃതർ ചൂണ്ടിക്കാട്ടുമ്പോൾ ദുരിതത്തിലാകുന്നത് പ്രദേശവാസികളാണ്. മറ്റ് സ്വകാര്യ ബസ് സർവീസുകൾ ഈ റൂട്ടിൽ ഇല്ല എന്നുള്ളത് സമാന്തര സർവീസുകളെ ആശ്രയിക്കാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. സമാന്തര സർവീസുകൾ നല്ല രീതിയിൽ ലാഭം കൊയ്യുമ്പോൾ KSRTC മാത്രം എന്തുകൊണ്ട് നഷ്ടത്തിലാകുന്നു എന്ന ചോദ്യം പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നു. വാളകം പുനലൂർ ബസ് റൂട്ട് ആര്യങ്കാവിലേക്ക് നീട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോഴാണ് ഈ ബസും അധികൃതർ നിർത്തലാക്കിയത്. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് വിട്ടൊരു വണ്ടി അത്ര 10-30 വർഷക്കാലമായി ഈ വാളം വണ്ടി ഇപ്പോൾ ഇല്ല. ഇവിടുത്തെ വാളം വരെ പഠിക്കാൻ പോകുന്ന സ്കൂളിലെ കുട്ടികൾ ആർമി തരത്തിൽ പോകുന്നവരെല്ലാം ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒരു ട്രിപ്പ് രാവിലെ വൈകിട്ട് ഒരു ട്രിപ്പ് വന്ന് അല്ലെങ്കിൽ ഇല്ല. അങ്ങോട്ട് പോയപ്പോൾ തിരിച്ച് ഇത് വഴി വരാറില്ല. അതുപോലെ കൊട്ടാരക്കര എന്നുള്ള മേല ക്ഷേത്രം അത് രാവിലെ വൈകിട്ട് ഓരോ ട്രിപ്പ് വന്നെങ്കിൽ വന്നില്ലെങ്കിൽ ഇല്ല. അതുപോലെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ അതും ഇതുപോലെ തന്നെ രാവിലെ ഇതിലേ വരും, വൈകിട്ട് അതിലേ പോകും. ആപ്പാടുള്ള ഒരു ബസ് എന്ന് പറഞ്ഞാൽ ചക്കോരിക്കൽ മാത്രമേ ഉള്ളൂ. ആൾക്കാർ കാർന്ന് 8 മണിക്കും 9 മണിക്കൊക്കെയാണ് നടന്നും ആട്ടോ വിളിച്ചൊക്കെ വരുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. അത് എന്തെങ്കിലും പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. വെട്ടിക്കുറച്ച ബസ് സർവീസുകൾ പുനരാരംഭിച്ച് പ്രദേശത്തെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരുമാനമില്ല എന്നുള്ള പേര് നിർത്തലാക്കി ഇപ്പോൾ ഒരു ബസ്സും സർവീസ് നടന്നില്ല. ആകപ്പാടെ ഒരു ബസ് ഉള്ളത് വന്നില്ലെങ്കിൽ ഇല്ല, ആ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിനെതിരെ പുനലൂർ, കൊട്ടാരക്കര, കൊല്ലം സോണൽ മാനേജർ ഓഫീസർ പരാതി കൊടുത്തിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ബസ്സുകൾ ഒന്നും തന്നെ വിടുന്നില്ല. വരുമാനക്കുറവിന്റെ പേരിലാണ് നിർത്തലാക്കിയെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ ഇതുവരെ അവിടെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ നമ്മളെടുത്ത് നോക്കിയപ്പോൾ വരുമാനത്തിന് ഒരു കുറവുമില്ല. വരുമാനം കറക്റ്റായിട്ടുണ്ട്. 11,000 12,000 രൂപ വരുമാനമുള്ള വണ്ടികളാണ് നിർത്തലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്നാണ്. ലൈവ് വാർത്ത, കുന്നിക്കോട്. യൂത്ത് മൂവ്മെന്റ് സൈബർ സേന സംസ്ഥാന ക്യാമ്പിന് മുന്നോടിയായി പത്തനാപുരത്ത് യൂണിയൻ തല യൂത്ത് മൂവ്മെന്റ് സമ്മേളനം സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂണിയൻ സെക്രട്ടറി B ബിജു ഉദ്ഘാടനം ചെയ്തു. എന്റെ യുവത്വം എന്റെ സമുദായത്തിന് എന്ന മുദ്രാവാക്യവുമായി 12, 13, 14 തീയതികളിലായി അടൂർ SNITയിൽ വെച്ച് നടക്കുന്ന യൂത്ത് മൂവ്മെന്റ് സൈബർ സേന സംസ്ഥാന ക്യാമ്പിന്റെ ഭാഗമായി പത്തനാപുരം യൂണിയൻ തല യൂത്ത് മൂവ്മെന്റ് സമ്മേളനം നടന്നു. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം SNDP പത്തനാപുരം യൂണിയൻ സെക്രട്ടറി B ബിജു ഉദ്ഘാടനം ചെയ്തു. ചില കപടമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ നിങ്ങൾ ഏവരും മനസ്സിലാക്കണം. ഇന്ന് നടക്കുന്ന അരുംകൊലകൾ, നമ്മുടെ കേരള സംസ്ഥാനത്ത് നടക്കുന്ന അരുംകൊലകൾക്കൊക്കെ എപ്പോഴും ഒരു ഭാഗത്ത് നമ്മളുടെ ആളുകൾ തന്നെയായിരിക്കും, ചിലപ്പോൾ 2 ഭാഗത്തും നമ്മളുടെ ആളുകൾ തന്നെയായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. കാരണം നമ്മളെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി നമ്മൾ പലരും അറിഞ്ഞോ അറിയാതെയോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് യാതൊരു സ്വാധീനവുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും SNDP സമുദായത്തിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് യുവജനങ്ങളുടെ ഒരു നേതൃനിര തന്നെ ഇന്ന് ഈ പത്തനാപുരം യൂണിയന്റെ ഈ പ്രവർത്തക ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുകയാണ്.
യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് എം അരുൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർക്കാരിൽ നിന്നും ലഭ്യമാകേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളോ പിന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്നുള്ള അർഹമായ സേവനങ്ങളും സമുദായത്തിന് ലഭിക്കുന്നില്ലെന്നും ബി ബിജു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ആതങ്കോട് കെ ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി. സാമുദായിക സാംസ്കാരിക പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവനാൽ അനുഗ്രഹീതമായ ഈ പ്രസ്ഥാനത്തിന് അനുയായികളുടെ എണ്ണം കുറവായിട്ട് മാത്രമല്ല, സംഘടനയുടെ ശേഷി കുറവായതുകൊണ്ട് മാത്രമല്ല, ഈ സംഘടനയുടെ ശേഷിയും നമ്മളുടെ ജനകീയമായ നമ്മളുടെ എണ്ണത്തെയും ഭയപ്പെടുന്നവർ ഇത് വളരാൻ പാടില്ല, ഇത് സുശക്തമായ ഒരു സംഘടനയായി മാറി SNDP യോഗത്തിന്റെ കൊടിക്കീഴിൽ SNDP യോഗത്തിലെ ഈഴവ സമുദായം പോലെ പിന്നോക്ക വിഭാഗവും ഈ നാട്ടിലെ അവശത അനുഭവിക്കുന്ന, ഈ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇന്നും മർഹികമായ പ്രാധാന്യങ്ങൾ കിട്ടാത്ത ആൾക്കാർ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇരയാകുന്നവരും കേസുകളിൽപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നവരിലധികം സമുദായത്തിൽ നിന്നുള്ളവരാണെന്ന് ഷാജി പറഞ്ഞു. യൂത്ത് മൂവ്മെന്റിന്റെ ആദ്യകാല പ്രവർത്തകനും യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ പിറവന്തൂർ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ബിനു സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂത്ത് മൂവ്മെന്റ് കേന്ദ്രസമിതി ചെയർമാൻ പച്ചയിൽ സന്ദീപ്, കൺവീനർ രതീഷ് ചെങ്ങന്നൂർ, സൈബർ സേന കേന്ദ്രസമിതി ചെയർമാൻ കിരൺ ചന്ദ്രൻ, കൺവീനർ സുധീർ ചോറ്റാനിക്കര എന്നിവർക്കും സ്വീകരണം നൽകി. അനിൽ പട്ടാഴി സ്വാഗതവും വിഘ്നേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇളമ്പൽ മാക്കന്നൂർ കോട്ടവട്ടം റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. റോഡിനോട് അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഇളമ്പൽ മാക്കന്നൂർ കോട്ടവട്ടം റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള ഈ റോഡിനോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കൂടി ഈ റോഡിൽ സ്ഥാപിച്ചതോടെയാണ് റോഡിന്റെ തകർച്ച പൂർണ്ണമായത്. കാൽനടയാത്രയും ഇരുചക്രവാഹന യാത്രയും പോലും ദുഷ്കരമായ റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മഴക്കാലമായാൽ റോഡിൽ വെള്ളക്കെട്ടുകളും രൂക്ഷമാകും. ഇതോടെ കാൽനടയാത്രയും ഏറെ ദുസ്സഹം തന്നെ. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി ഓട്ടം വിളിച്ചാൽ വരാറില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. പൈപ്പ് ഇട്ട കാരണം ഈ മണ്ണെല്ലാം കൂടെ കുഴി കിടക്കുക. ഇവിടെ പലരും വന്ന് വീഴുക, താഴെ കെട്ടിടം അടിയുള്ള ആർക്കും പാനൊക്കാതെ കണ്ടിട്ടില്ല. വളരെ ബുദ്ധിമുട്ടായില്ലേ. എത്ര പേരാണ് ഇവിടെ വന്ന് വീണത്? ഒരുപാട് പേര് വീണു. ബൈക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇവിടെ ഭയങ്കര കട്ടറ. ഇപ്പോൾ 2 ദിവസം മുമ്പ് 2 ചേച്ചിമാര് ഇവിടെ നിന്ന് താഴെ വീണ്. പിന്നെ പിള്ളേർക്ക് നടക്കാനും വയ്യ. ഭയങ്കര കുഴിയുടെ കിടക്കുക റോഡൊക്കെ. ഇങ്ങനെ വണ്ടിയൊന്നും ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരാതി കൊടുത്തായിരുന്നു, പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ലൈവ് വാർത്ത, കുന്നിക്കോട്. പുനലൂർ ജനമൈത്രി പോലീസിന്റെയും വയോജന സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിമാസ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. പുനലൂർ ഡിവൈഎസ്പി ബി കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്റെ 9 പോലീസ് സ്റ്റേഷനിലെയും പോലീസിന്റെ സേവനവും സബ് ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരുടെ സേവനം നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാണ്. ഞാൻ എല്ലാ സ്ഥലത്തും വരാൻ തയ്യാറാണ്. നിങ്ങളുമായി നിങ്ങളുടെ കൂടെ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത മേഖലയിൽ നല്ലതുപോലെ പെർഫോം ചെയ്ത ആളുകളാണ്. നല്ല കർഷകൻ എന്ന നിലയിലായാലും, നല്ല അധ്യാപകൻ എന്ന നിലയിലായാലും, നല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിലും, നല്ല സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിലും, അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും ഒക്കെ ഉന്നതമായ നിലയിൽ പ്രവർത്തിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് നിങ്ങളെല്ലാം. എനിക്കതിൽ സംശയമൊന്നുമില്ല. ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ അഭിലാഷ് നേതൃത്വം നൽകി. ഡോക്ടർ മിനി ക്ലാസ് നയിച്ചു. വയോജന സംരക്ഷണ സമിതി ചെയർമാൻ ഡോക്ടർ KT തോമസ്, പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ്, സബ് ഇൻസ്പെക്ടർ രാജീവ്, TE ചെറിയാൻ, കോടിയാട്ട് സലീം, ജനമൈത്രി CRO ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം മൗണ്ട് താബോർ ദയറയുടെ അധീനതയിലുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഗമം സംഘടിപ്പിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നടന്ന സംഗമത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലെ ദേറ സ്ഥാപനങ്ങളുടെ അധീനതയിൽപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഏകദിന സംഗമം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനി ഏകദിന സംഗമം ഉദ്ഘാടനം ചെയ്തു. തല്ലില്ലാത്ത തമ്മിൽ സാധ്യമോ എന്നറിയില്ല, എങ്കിലും അത് കൈവച്ചിട്ടുള്ളവരാണ് നമ്മൾ. വരുന്ന കുട്ടികൾ ഓരോരോ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു. അവർക്ക് സാമൂഹികവും ഗൃഹപരവും രാഷ്ട്രീയവുമായ പശ്ചാത്തലങ്ങൾ മതപരവുമായി ഉണ്ടാകും. ഉള്ള നന്മകൾ മുഴുവൻ നശിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് നമുക്കുള്ളത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ കെട്ടുപോകും. അവിടെ സുഖ എന്നതിന് അത് ചുരുങ്ങി ഞാനും നീയും
നമ്മൾ കവി പറയുന്നത് എനിക്കുണ്ട് ലോകം, നിനക്കുണ്ട് ലോകം, നമുക്കില്ല ലോകം എന്ന് പറയുന്ന നമ്മളിലെന്നൊരു പ്രയോഗമില്ല. ഞാനും നീ മാത്രമേ. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ സിഒ ജോസഫ് റംബാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൽക്കട്ട ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ്യോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രശസ്ത ആധ്യാത്മിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ റവറൻ ഫാദർ ബോബി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. സെന്റ് സ്റ്റീഫൻസ് ഡേറ സെക്രട്ടറി റവറൻ ഫാദർ കെ വി പോൾ, സെന്റ് സ്റ്റീഫൻസ് ഡേറ ട്രഷറർ റവറൻ ഫാദർ ഹാബിബ് ജോസഫ് റംബാൻ, പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അച്ചാമ ജോർജ്, സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ജോൺസൺ, മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ ഡോക്ടർ പോൾ മണലിൽ, സെന്റ് സ്റ്റീഫൻസ് കോളേജ് ലോക്കൽ മാനേജർ റവറൻ ഫാദർ ഡേവിഡ് കോശി എന്നിവർ പ്രസംഗിച്ചു. സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ ഗായക അധ്യാപക സംഘത്തിന്റെ ഗാനാലാപനവും ചടങ്ങിൽ നടന്നു. നവതി ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നവതി സ്മൃതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രകാശന കർമ്മവും ഇതോടനുബന്ധിച്ച് നടന്നു. 100 കണക്കിന് അധ്യാപകരും അനധ്യാപകരും സംഗമത്തിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടുടമസ്ഥൻ വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വീട് പണയത്തിനെടുത്ത വീട്ടമ്മയെ ബാങ്കുകാർ കുടിയിറക്കി. കുടിയിറക്കപ്പെട്ടത് പുനലൂർ കോമളംകുന്ന് സ്വദേശികൾ. മഞ്ഞക്കാല ചെമ്മണിയിൽ മദ്യശാലയ്ക്കെതിരെ നടത്തിവന്ന ജനകീയ സമരം വിജയത്തിലേക്ക്. മദ്യശാല തുറക്കില്ലെന്ന് MLA KB ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. ഏനാദിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം. പ്രതിഷേധവുമായി കോൺഗ്രസ്. പുനലൂർ KSRTC ഡിപ്പോകളിൽ നിന്നും കോട്ടവട്ടം വഴിയുള്ള സർവീസുകൾ നിർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം. ഇളമ്പൽ മാക്കന്നൂർ കോട്ടവട്ടം റോഡ് തകർന്നിട്ടും മാസങ്ങൾ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.